ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അയ്യപ്പ സേവാ സംഘത്തെ ക്ഷണിച്ചിട്ടില്ലെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ. ക്ഷണിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും. അയ്യപ്പ സംഗമം നടത്തേണ്ടത് വിശ്വാസികളാണ്. സംഗമത്തിന് എത്തിച്ചേരുന്നവർ ശരണം വിളിക്കുന്നവരായിരിക്കണമെന്നും കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. അവിടെ വികസനമാണെങ്കിൽ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആളുകൾക്ക് അറിയുന്നത് പോലെ ഒരാൾക്കും അവിടെ പറയാൻ സാധിക്കില്ല. അവിടെ എന്ത് വികസനം വേണമെന്ന് അയ്യപ്പ സേവാ സംഘത്തിന് പറയാൻ സാധിക്കും. ഈ സന്ദർഭത്തിലാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് അവിടെ ഒരു കത്ത് പോലും തന്ന് വിളിക്കാൻ തയ്യാറാവാത്തിരുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സംഗമത്തിൽ അയ്യപ്പ സേവാ സംഘം ഗുരുസ്വാമിമാരില്ലാതെ എന്ത് ആഗോള അയ്യപ്പ സംഗമം? അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ സോളമൻ, വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ലല്ലോ. ഇതിലിപ്പോൾ ഒരു വശത്ത് ഈ ആഗോള അയ്യപ്പ സേവാ സംഘത്തെ ക്ഷണിച്ചില്ല, അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നവർ, മറുവശത്ത് ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ലെന്ന് വിവാദങ്ങൾ ഉയർത്തി ആ പ്രതിഷേധം അറിയിക്കുന്നവരുമാണല്ലോ. എന്താണ് ഇവരുടെ പ്രതിഷേധം? ശ്രുതി, നിലവിൽ അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയുള്ള കൊയ്യം ജനാർദ്ദനൻ വളരെ ശക്തമായിട്ട് ഒരു പ്രതിഷേധവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി ഇതുവരെയും ദേവസ്വം ബോർഡോ സർക്കാരോ ഔദ്യോഗികമായിട്ട് തങ്ങളെ ക്ഷണിച്ചിട്ടില്ല, ഒരു കത്ത് പോലും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നതിന് മുൻപൊക്കെ ആരംഭിച്ച ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. 1945 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അന്ന് മുതൽ നാളിതുവരെയും ആദ്യമായിട്ട് തന്നെ പമ്പയിലും അതുപോലെ തന്നെ സന്നിധാനത്തടക്കമുള്ള മേഖലകളിൽ ഭക്ഷണ വിതരണമുണ്ട്, മെഡിക്കൽ ആവശ്യങ്ങളുണ്ട്, ഇത്തരത്തിൽ ആംബുലൻസ് സർവീസുകളുണ്ട്. ഇതെല്ലാം നാനാവിധത്തിലുള്ള അയ്യപ്പ ഭക്തർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ അകമറിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന. അങ്ങനെ ഒരു സംഘടന എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആഗോള സംഗമത്തിൽ പങ്കെടുപ്പിക്കാത്തെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിലവിൽ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ കൊയ്യം ജനാർദ്ദനൻ ഉയർത്തുന്നത്. മറ്റൊന്ന്, ഇനി സർക്കാർ ക്ഷണിച്ചാൽ തന്നെയും തങ്ങൾ വരാൻ ഒരുക്കമല്ല, വലിയൊരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും എന്നൊരു സൂചനയാണ് നിലവിൽ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം, ഇത്തരത്തിലൊരു ആഗോള സംഗമം നടത്തേണ്ടുന്നത് വിശ്വാസികളാണ്. ഇനി കുറഞ്ഞ പക്ഷം ഇതിൽ പങ്കെടുക്കുന്നവർ ശരണം വിളിക്കുന്നവരായിരിക്കണം എന്നുള്ളൊരു താക്കീത് കൂടി ഇത്തരത്തിൽ ഇന്ന് നടത്തിയ ഈ പ്രസ് മീറ്റിൽ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് മാറുന്നത്. ഇത്തരത്തിലൊരു ക്ഷണം എന്തായാലും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന് ലഭിക്കാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ശ്രുതി ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന പരാതിയുമായാണ് അയ്യപ്പ സേവാ സംഘം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നു. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.